കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7 31 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളീസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പലുകൾ കൊണ്ട് അവൻ്റെ നാവിനെ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് 2 സഹോദരർ വിശുദ്ധരായതാണ്. ജ്യേഷ്ഠനും അനുജനും, വിശുദ്ധ സിറിലും മെത്തോഡിയോസും 2 സഹോദരങ്ങളാണ്. നമുക്ക് തെറ്റായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ദമ്പതിമാരെ കണ്ടെന്ന് വരും, സഹോദരങ്ങളെ കണ്ടെന്ന് വരും. ഒക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാവുന്ന കാര്യം. പക്ഷേ വിശുദ്ധരാകാൻ അതുപോലെ കട്ടയ്ക്ക് നിന്ന് 2 സഹോദരങ്ങൾ എന്ന് പറയാൻ പറ്റും, സിറിലും മെത്തോഡിയോസും. അവർ വൈദികരായി. അതിലൊരാൾ സന്യാസ ജീവിതം നയിച്ചു, സിറില്. നമുക്ക് മെത്തോഡിയസ്, അദ്ദേഹം മെത്രാനായി മാറി. ഈ 2 പേരും അവരുടെ അധ്വാനം കൊണ്ടാണ് ശരിക്കും റഷ്യൻ ഭാഷ, അതിൻ്റെ ഡയലക്റ്റ് അവർ ഉണ്ടാക്കി. അപ്പോൾ ആ ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവരുടെ അധ്വാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുത്തുള്ള ദേവാലയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ആവശ്യത്തിലേറെ സഹിച്ച വ്യക്തികളാണ്. ശരിക്കും നമ്മൾ വിശ്വാസം ജീവിക്കുന്നതിന് ഇറങ്ങിത്തിരിച്ചാൽ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ദൈവവചനം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതെല്ലാം എടുക്കേണ്ടതുപോലെ എടുക്കാൻ അവർക്ക് സാധിച്ചു. ഒരു കാര്യം നമ്മൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കണം. സങ്കീർത്തനം 133 എൻ്റെ ആദ്യ വചനം പറയുന്നത്, സഹോദരർ ഏക മനസ്സോടെ ജീവിക്കുന്നത് എത്ര സുന്ദരം, എത്ര വിശിഷ്ടം. സഹോദരങ്ങൾക്കിടയിൽ ഒരൈക്യമുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഭാഷകൻ 25 ആദ്യ വചനം വായിച്ചാൽ 3 കാര്യങ്ങൾ കർത്താവിന് പ്രീതികരമാണ്. സഹോദരന്മാർക്ക് തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാരുമായിട്ടുള്ള സൗഹൃദം, ദമ്പതിമാർക്ക് പരസ്പരമുള്ള ലയം. ഈ 3 കാര്യങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് സഹോദരന്മാരുടെ ഇടയിൽ, ദമ്പതിമാരുടെ ഇടയിലൊക്കെ അനൈക്യം വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത് സാത്താനാണ്. അവൻ്റെ രാജ്യമാണ് അവിടെ വളരുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്, സർപ്പം വളരെ കൗശലപൂർവ്വം പ്രവർത്തിച്ചു. അതിനിരയായി തീർന്ന ആദ്യ മാതാപിതാക്കൾ, പുരുഷനും അവൻ്റെ ഭാര്യയും അനുസരണക്കേട് മൂലം അനുഭവിക്കേണ്ടി വന്ന വലിയ നഷ്ടം. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പഴയ രീതിയിൽ തന്നെയായിരുന്നു അവർ. പക്ഷേ
അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അനുസരണക്കേട് മൂലം അവർക്കുണ്ടായ സ്വാതന്ത്ര്യക്കുറവ്. നേരത്തെ ഇതേ അവസ്ഥയിൽ ദൈവം വരുമ്പോൾ ദൈവത്തോടു കൂടെ സഞ്ചരിച്ചിരുന്നവർക്ക് അന്ന് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ ഓടിയാകുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 24:12 വായിച്ചാൽ പാപം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. പാപമാണ് നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തണുപ്പിക്കുന്നത്. പാപമാണ് നമ്മുടെ സ്വാതന്ത്ര്യം കവരുന്നത് എന്നുള്ളത് ഈ വചനഭാഗങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, അനുസരിച്ചാൽ വലിയ അനുഗ്രഹം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അതിനുവേണ്ടി അനുസരണമുള്ള മക്കളായിട്ട് നമ്മൾ മാറണം. യെശയ്യാ 1-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപം എത്ര വലുതാണെങ്കിലും ഞാനത് വിശുദ്ധീകരിച്ച് ക്ഷമിച്ച് മറന്ന് നിന്നെ സ്വന്തമാക്കാം. അതിനാവശ്യമായിട്ടുള്ളൊരു കാര്യം അനുസരണം. അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. ഈ രണ്ടിനും സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകുന്നു എന്നുള്ളത് ഈ വചനഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, ചെവിയേക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ബധിരനും ഊമനുമായ ഒരു മനുഷ്യൻ, അവനെ ആളുകൾ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ചെയ്തൊരു കാര്യം, അവൻ്റെ വിരല് കാതുകളിലിട്ടു. അതുപോലെ തന്നെ അവൻ്റെ നാവ് സ്പർശിച്ച്, തുപ്പലുകൾ കൊണ്ട് സ്പർശിച്ച് അവനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗം. സാധാരണ നമുക്കറിയാം തുപ്പലിന് നമ്മൾ എന്ത് വിലയാണ് കൽപ്പിക്കുക. പക്ഷെ ആ തുപ്പല് കർത്താവിൻ്റെ കരങ്ങളിൽ ഔഷധമായി മാറി എന്നുള്ളതാണ്. നമുക്ക് ഈ വലിയ വിലയൊന്നും മനുഷ്യർ കൽപ്പിക്കുന്നില്ലെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ എത്തിയാൽ വിലയുള്ളവരായി മാറും. നമുക്ക് വിലയുണ്ടാകാൻ ആരുടെയെങ്കിലൊക്കെ പുറകെ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തുന്നവർക്ക് വലിയ വിലയുണ്ട്. യെശയ്യാ 43-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇവിടെ കർത്താവ് ചെയ്തൊരു കാര്യം, 2 ശരീരഭാഗങ്ങളെ ദൈവം തൊട്ട് സുഖപ്പെടുത്തിയ ആ ഒരു രംഗമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനും ഇവിടെ ജീവിതം അർത്ഥവത്താക്കാനും സാധിക്കണമെങ്കിൽ മറ്റു ചില പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങളുണ്ട്. അടഞ്ഞാണ് കിടക്കുന്നത് എങ്കിൽ കർത്താവ് അവ തൊട്ട് തുറന്നു തരാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എഫാത്ത എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന ശരീരഭാഗങ്ങളെ കർത്താവ് തന്നെ തൊട്ട് തുറന്നു തരാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 16:14 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശരീരഭാഗം, ദൈവം തൊട്ട് തുറക്കേണ്ട ഒരു ശരീരഭാഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന് ലിദിയ എന്നു പേരുള്ള ഒരു വ്യവസായി, ഒക്കെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പട്ടുവിൽപ്പന. ഇനി അവളും വന്നു പ്രസംഗം കേൾക്കാൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഈ പട്ടിണിപ്പാവങ്ങൾക്ക് മാത്രം വേണ്ടതല്ല, ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും വേണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, ദൈവവചനം കൊണ്ടുമാണെന്ന് മത്തായി 4:4 നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇനി ലിദിയ വന്നപ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. നമ്മൾ എവിടെയെങ്കിലും ധ്യാനിക്കാൻ പോയാൽ ധ്യാനിപ്പിക്കുന്നവർ മാത്രം എന്തെങ്കിലും ചെയ്താൽ പോരെന്ന്. നമ്മൾ ബൈബിള് വായിക്കാൻ തയ്യാറായാലും അതുമാത്രം പോരാ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് ദൈവം നമ്മുടെ ഹൃദയം തൊട്ട് തുറക്കണം. അങ്ങനെ തുറക്കപ്പെട്ടാൽ ഉറപ്പായിട്ട് നമുക്ക് വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും. ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കാൻ പറ്റും. ഈ വചനം നമ്മുടെ ഹൃദയത്തിലെത്തണം എന്നാണ് നിയമാവർത്തന പുസ്തകം 6:6 വായിക്കുമ്പോൾ നമ്മൾ കാണുക. രണ്ടാമതൊന്ന് ലൂക്ക 24 വായിച്ചാൽ 45-ാമത്തെ വചനത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത്, ഉത്ഥാനം ചെയ്ത കർത്താവ് കൂടെ നടന്നിട്ടും ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ കാണുകയാണ്, ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയിരുന്നില്ല. കർത്താവ് അതുകൊണ്ടൊരു കാര്യം ചെയ്തു, അവരുടെ അടഞ്ഞു കിടന്ന മനസ്സ് കർത്താവ് തൊട്ടു തുറന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് സ്വീകരിക്കാൻ പറ്റി. അതവരെ
ആനന്ദത്തിലേക്ക് നയിച്ചു. പിന്നീട് അവർ വിളിച്ചു പറഞ്ഞു, നമ്മൾ അവൻ്റെ കൂടെ നടന്നപ്പം നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് യേശു സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്ന്. മൂന്നാമതൊരു അവയവം കൂടിയുണ്ട്. അടഞ്ഞു കിടക്കുന്ന കണ്ണ് ദൈവം തുറന്നു തരണം. ഉറക്കക്കാര് കണ്ണ് തുറക്കണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണം എന്നുള്ളതല്ല. നമുക്ക് വേണമെങ്കിൽ കണ്ണൊക്കെ തുറന്നാണ് ഇരിക്കുന്നതെങ്കിലും കാണേണ്ടത് കാണാതിരിക്കുന്ന അവസ്ഥയുണ്ടാകാം. അതിന് ദൈവം നമ്മുടെ കണ്ണ് തുറന്നു തരണം. അപ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യം കാണണോ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളിൽ ദൈവസാന്നിധ്യം കാണണമോ, അതനുസരിച്ച് പെരുമാറണമോ, അതിന് ദൈവം നമ്മുടെ കണ്ണ് തുറന്നു തരണം. സംഖ്യ 22-ാം അധ്യായം 31 നമ്മൾ കാണുന്നുണ്ട്, ബാലാമിൻ്റെ കഴുത കണ്ടത് ബാലാം കണ്ടില്ല. അപ്പോഴാണ് ദൈവം അവൻ്റെ കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ ഊരിയ വാളും കൈ പിടിച്ച് നിൽക്കുന്ന ദൂതനെ കാണാൻ ബാലാമിനും കഴിഞ്ഞു. അതിനു മുമ്പ് ബാലാമിൻ്റെ കഴുത കണ്ടതാണ്. അപ്പം നമ്മുടെ ഈ കണ്ണ് കർത്താവ് തുറന്നു തന്നാൽ കാണേണ്ടത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോക്കേണ്ടതുപോലെ നോക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ജോബിൻ്റെ പുസ്തകം 31:1 ജോബ് പറയുന്നുണ്ട്, എനിക്കൊരാളെ തെറ്റായ രീതിയിൽ നോക്കാൻ പോലും പറ്റില്ല. കാരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവവുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തമ്പുരാൻ തൊട്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണുകളെങ്കിൽ അവ വിശുദ്ധമായിരിക്കും. അങ്ങനെ നമുക്ക് വിശുദ്ധ ജീവിതത്തിന് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബോധ്യത്തോടെ ജീവിക്കേണ്ടതിനാവശ്യമായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് യാചിക്കുകയും ചെയ്യാം.